ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീജാസ് ടെസ്ലാൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ പൊറോട്ടയാണ്. ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. 2 കപ്പ് മാവാണ് എടുക്കുന്നത് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി. 2 കപ്പ് മൈദാ മാവ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് പഞ്ചസാര. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം, ബേക്കിംഗ് സോഡ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ ചേർക്കുന്നത് മുട്ടയാണ്, ഒരു മുട്ട. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ഗ്ലാസ് ഇളം ചൂട് പാലാണ് വേണ്ടത്. ആ പാലൊഴിച്ച് കുറേശ്ശെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ചെടുക്കണം. ഇതൊന്ന് മയത്തിൽ കുഴച്ചെടുക്കാം. കുറച്ചായിട്ട് പാലൊഴിച്ച് കൊടുത്ത് കുഴച്ചെടുക്കണം. വെള്ളം ഒരുപാട് കൂടി പോകരുത്. ഇതിപ്പം കയ്യിലൊട്ടുന്ന പാകമായിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് മൈദാമാവും കൂടെ ഇതിൻ്റെ മുകളിൽ വിതറിയിട്ട് നമുക്കൊന്നുകൂടെ നല്ലതായിട്ട് കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ച് ഇടണം. ഇല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുത്താലും മതി. ഇപ്പം നമ്മൾ പാത്രത്തിലിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി ഫോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് കുഴച്ചെടുത്താൽ മതി. റോൾ ചെയ്ത് പ്രസ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുക്കണം മാവ്. നന്നായിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഇങ്ങനെ കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കണത്. ഇത് നന്നായി സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി ആ പാത്രത്തിലും മാവിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് അടച്ചു വയ്ക്കാം. ഇതിൻ്റെ മുകളിൽ ഓയിൽ ബ്രഷ് ചെയ്ത് ഒരു 2 മണിക്കൂർ ഇത് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇനി ഇത് കൗണ്ടർ ടോപ്പിലിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ കൗണ്ടർ ടോപ്പിലൊന്ന് തട്ടി കൊടുക്കാം. നമ്മൾ കുഴച്ച് വെച്ച മാവാണിത്. നല്ല സോഫ്റ്റായി നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നത് കാരണം നമുക്കിത് നേരെ ഇത് കട്ട് ചെയ്ത് ചെറിയ ബോൾസ് ആക്കി വെക്കാം. കുറച്ച് ഓയിലൊന്ന് വരട്ടി കൊടുത്തിട്ട് ഇതൊന്ന് വലിച്ചു നീന്താം. രണ്ട് രീതിയിൽ നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. ഒന്ന് നമ്മുടെ കൈകളിൽ ഇങ്ങനെ ആക്കി എടുക്കണം. ഓയിൽ പുരട്ടിയ കൗണ്ടർ ടോപ്പിൽ വേണം ഇത് പുരട്ടി വെച്ച് കൊടുക്കാൻ. ഇതുപോലെ ബോൾസ് ആക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ പരത്തി എടുക്കാം. അങ്ങനെ ഫോൾഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ മാവൊന്ന് സോഫ്റ്റ് ആകും. നമുക്ക് ഇവിടെ വയ്ക്കാം. ഒരു രീതി അങ്ങനെ ചെയ്യാം. ഇനിയുള്ളത് ഇങ്ങനെ ഇതൊന്ന് റോൾ ചെയ്യണം. ഇതൊന്ന് റോൾ ചെയ്ത ശേഷം നമുക്ക് കുറേശ്ശെ മുറിച്ചെടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് കയ്യിലൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആക്കി, ഇല്ലെങ്കിൽ ഫോൾഡ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. ഇതിപ്പോൾ നമ്മൾ എടുത്ത് വയ്ക്കുമ്പോൾ ഒരുപാട് വലിപ്പം കാണത്തില്ല. ഈ പൊറോട്ടയ്ക്ക് ഒരു മീഡിയം സൈസ് മാത്രമേ കാണത്തുള്ളൂ. ഇതേപോലെ ബോൾസ് ആക്കി അവിടെ വയ്ക്കാം. വീണ്ടും ഇതേപോലെ നമുക്ക് മുറിച്ചെടുക്കാം.
ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കാം. ഞാൻ ഫോൾഡ് ചെയ്തെടുക്കുന്ന കാണുന്നുണ്ടോ? എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയാണ് ഓരോന്നിൻ്റെ മുകളിൽ ഓയിൽ വരട്ടി കൊടുക്കുന്നത്. നന്നായിട്ട് ഓയിൽ വരട്ടി ഒരു 5 മിനിറ്റ് ഇവിടെ വെച്ചേക്കണം. ഇതിന് മുകളിൽ ഒരു നനഞ്ഞ തുണി വിരിച്ച് മൂടിയിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആദ്യം ഉരുട്ടി വെച്ച ബോളിൽ നിന്നാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. നമ്മളിത് ഈ കൈയുടെ ഈ ഭാഗം കൊണ്ട് വേണം നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ. നന്നായിട്ട് തേച്ചതിനെ നൈസാക്കി എടുക്കണം. ഉള്ളം കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഉരച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഓയിൽ പുരട്ടി നമ്മൾ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചപ്പാത്തി പോലുണ്ട് ഒന്ന് പരത്തി കൊടുത്താലും മതി. നന്നായിട്ട് കനം കുറച്ച് ഇങ്ങനെ പരത്തണം. ഇടയ്ക്ക് മുറിഞ്ഞൊക്കെ പോകും. മുറിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. കട്ടിയായിട്ടുള്ള ഭാഗത്ത് കുറച്ച് ഓയിൽ പരട്ടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ലെവലിൽ പരത്തി കൊടുക്കണം. ഇപ്പോൾ കണ്ട നന്നായിട്ട് കനം കുറഞ്ഞു. നന്നായിട്ട് കനം കുറഞ്ഞ് കണ്ണാടി പോലെ ആയത്. നന്നായിട്ട് കനം കുറഞ്ഞ് കണ്ണാടി പോലെയായി. ഇനി ഇത് മുറിച്ചെടുക്കാം. ഇനി ഇത് പിച്ചാത്തി ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കട്ട് ചെയ്യാം. അറ്റം വരെ മുറിഞ്ഞാലും കുഴപ്പമില്ല, മുറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഒരേ ലെവലിൽ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇവിടെ നിന്ന് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്ത് ഇത് അടുപ്പിച്ചെടുക്കണം. രണ്ട് സൈഡിൽ നിന്ന് ഒരേ ലെവലിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. ഇങ്ങനെ ചെയ്ത ശേഷം ഇനി കൈ കൊണ്ട് ഇതിനെ ഒന്ന് കറക്റ്റ് ലെവലിലാക്കി എടുക്കണം. അതുകൊണ്ട് ഇതേ നീളത്തിൽ കിട്ടി. കുറച്ചുകൂടെ നമുക്ക് ഒന്നുകൂടെ നടുക്ക് ഭാഗത്ത് മുറിഞ്ഞു പോകരുത്. മുറിഞ്ഞു പോകാതെ നടുക്ക് ഭാഗത്ത് ഒന്നുകൂടെ ഒന്ന് വലിച്ചെടുക്കാം. ഇച്ചിരി ഒന്ന് നീളം കൂട്ടിയെടുക്കാം. മുറിഞ്ഞു പോകാത്ത രീതിയിൽ ഇതുപോലെ കിട്ടി. ഇതുപോലെ നീളത്തിൽ കിട്ടി. ഇനി ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കണം. ഇത് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വെച്ച് തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ എൻഡ് ഭാഗം അടിഭാഗത്തൂടെ കൊണ്ടുപോയി അടിഭാഗത്ത് ഇങ്ങനെ കയറ്റി വയ്ക്കണം. അതെ, ഒരു ബോൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാം ചെയ്തെടുക്കാം.
ഇനി നേരത്തെ ചെയ്തതുപോലെ ഇതെടുത്ത് ചുരുട്ടി ഇതെടുത്ത് മുട്ടിച്ച് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ എടുത്താൽ മതി. ചുരുട്ടിയെടുത്ത് നീട്ടി ഇങ്ങനെ എടുക്കുക. കയ്യിൽ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത ശേഷം പിന്നെ ഇത് ഇങ്ങനെ അകത്തോട്ടാക്കണം. അകത്തോട്ടാക്കിയ ശേഷം ഈ എൻഡ് ഭാഗം വീണ്ടും അകത്തോട്ട് കൊണ്ടുവരണം. ഇങ്ങനെയാണ് റോൾ ചെയ്തെടുക്കുന്നത്. എല്ലാം ഇതേപോലെ റോൾ ചെയ്തെടുക്കാം. ഞാൻ എല്ലാം അങ്ങനെ റോൾ ചെയ്തെടുക്കാമെന്ന് കാണിക്കുന്നില്ല. കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെന്ത് കൂടും. നേരത്തെ കാണിച്ച സെയിം മെത്തേഡിൽ തന്നെ എല്ലാം അങ്ങനെ ചെയ്തെടുക്കാം. എല്ലാം റോൾ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുത്ത് തുടങ്ങാം. ഇനി ചുടാനായിട്ട് തുടങ്ങാം. അതിന് ഞാൻ തവ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഓരോന്നെടുത്ത് പരത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം എടുത്തത് എടുക്കാം. ഈ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ മതി. ചപ്പാത്തി പോലെ ഉണ്ടെങ്കിൽ അത് വെച്ചെടുത്താലും മതി, പരത്തിയാലും മതി. ഇത് കൈ കൊണ്ട് നന്നായിട്ട് പരത്തി കൊടുക്കണം. ഒരുപാട് കനം കൂടി പോകരുത്. ഒരു ചപ്പാത്തിയുടെ അത്രയും കനം മതി. ചപ്പാത്തിയുടെ അത്രയും കനത്തിന് ഇത് കൈകൊണ്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. കനം കൂടി പോകരുത്. കനം കൂടി കഴിഞ്ഞാൽ പൊറോട്ട ഉണ്ടാക്കി കഴിയുമ്പം അത് കട്ടിയായിരിക്കും. അതുകൊണ്ട് കനം കുറച്ച് പരത്തിയെടുക്കണം. എല്ലാം ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതുപോലെ അങ്ങനെ ചെയ്തെടുക്കാം. കൈ കൊണ്ട് ആദ്യം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യണം നന്നായിട്ട്, എന്നാലേ ആ റൗണ്ട് ഷേപ്പ് കിട്ടത്തുള്ളൂ. പിന്നെ വേണം നമ്മളതിൻ്റെ കനം കുറച്ചിട്ട് കൊടുക്കാൻ. പിന്നെ സൈഡെല്ലാം പ്രസ് ചെയ്ത് കനം കുറച്ചെടുക്കണം. ഇങ്ങനെ പരത്തി എടുത്തപ്പോൾ തന്നെ ഇതിൽ ആ ലെയർ നന്നായിട്ട് അറിയാനുണ്ട്. ഇനി ഇത് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ തന്നെ ലെയർ കറക്റ്റായിട്ട് കിട്ടും. നേരത്തെ അങ്ങനെ ചെയ്ത് വെക്കണ്ട. നമ്മൾ ചുട്ടെടുക്കാൻ നേരം ആ സമയത്ത് തന്നെ അങ്ങനെ ചെയ്തെടുക്കാം. തവയിൽ ചുട്ടെടുക്കാം. ഡാൽഡ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കുറച്ച് പുരട്ടി കൊടുക്കാം. ഇതുപോലെ ആക്കിയെടുക്കണം. നമ്മൾ ഓയിൽ പുരട്ടി കൊടുക്കണം. അല്ലെങ്കിൽ അതവിടെ ഡ്രൈ ആയിപ്പോകും. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതേ പാകത്തിന് എടുക്കണം. അങ്ങനെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ പൊറോട്ട എല്ലാം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഈ ചുട്ടെടുത്ത പൊറോട്ട എല്ലാം ചൂടോടുകൂടി തട്ടിയെടുക്കണം. ഞാൻ 3 എണ്ണം വീതം വെച്ചാണ് ഞാൻ തട്ടിയെടുക്കുന്നത്. നന്നായിട്ട് ലെയറെല്ലാം ഇളകി വരത്തക്ക വേണം തട്ടിയെടുക്കണം. നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണിത്. കഴിക്കാനും നല്ല ടേസ്റ്റുമാണ്. മുട്ട ചേർത്തത് കൊണ്ടാണ് ഒരു ചെറിയ യെല്ലോ കളർ വന്നിരിക്കുന്നത്. മുട്ടയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ വീഡിയോ നിങ്ങൾ കാണണം. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുതേ. ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.